ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അംബേദ്കർ വേണോ സവർക്കർ വേണോ എന്നുള്ള ചോദ്യമാണ്. അംബേദ്കർ ഭരണഘടന നിലനിൽക്കണമെന്നും സമത്വം വേണമെന്നും വാദിച്ച വ്യക്തിയാണ്. അതേസമയം സവർക്കർ നേരെ അസമത്വമുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഭിന്ന സംസ്കാരങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന തത്വമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു ചോദ്യം വന്നോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ ഒരു ദേശസ്നേഹിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം RSSും BJPയുടെയും അജണ്ടയാണ്. അതിന് വിധേയമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിന് ഉത്തരവാദികൾ ആരാണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം ദുരന്തം നേരിട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നുള്ള ചോദ്യം അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരവുമാണ് അങ്ങനെയാണെങ്കിൽ ഗാന്ധി വധത്തിലെ പ്രതിപട്ടികയിലുള്ള ഒരാളും കൂടിയാണ് സവർക്കർ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ വിട്ടുപോവുകയും പിന്നീട് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തന്നത സഹചാരികൾ തന്നെ ഗാന്ധി വധത്തിൽ സവർക്കറിന് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ പിന്നീട് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടെ ഇന്ത്യയെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, ശരിക്കും രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്ന ടു നേഷൻ എന്ന് പറയുന്ന ആദ്യം ഉയർത്തിയ ആൾ കൂടിയാണ് സവർക്കർ. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി കണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.